ഉത്സവ പറമ്പുകളിലെ DJ പ്രകടനത്തിന് പൂട്ടിടാൻ പോലീസ്. കർശന നടപടിയുമായി DGP. വാഹനങ്ങൾ പിടിച്ചെടുക്കും. ഉത്സവ ഘോഷയാത്രകളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചവും കാതടപ്പിക്കുന്ന ശബ്ദവുമായി പ്രകമ്പനം കൊള്ളിക്കുന്ന DJ വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി സംസ്ഥാന പോലീസ്. DJ വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന ശബ്ദ മലിനീകരണത്തിനെതിരെ നടപടി സ്വീകരിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകി. എസെൻസ് ഗ്ലോബൽ സൈലൻസ് ദ നോയിസ് ക്യാമ്പയിന്റെ ഭാഗമായി എഴുകോൺ സ്വദേശി AS മനു നൽകിയ പരാതിയെ തുടർന്നാണ് DGPയുടെ ഇടപെടൽ. പരീക്ഷാകാലത്ത് വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള ഉച്ചഭാഷിണി പ്രയോഗങ്ങൾക്കെതിരെയും നടപടി കർശനമാക്കും. നിയമലംഘനം നടത്തുന്നവരുടെ ഉച്ചഭാഷിണികളും മറ്റ് ശബ്ദ ഉപകരണങ്ങളും പിടിച്ചെടുക്കാൻ പോലീസിനും റവന്യൂ അധികാരികൾക്കും അധികാരം നൽകിയിട്ടുണ്ട്. ഗുരുതരമായ നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ 1986 പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യും. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ മത്സര ബുദ്ധിയോടെയാണ് ഇത്തരം DJ സംവിധാനമുള്ള ഇടിവണ്ടികൾ കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നടന്ന ക്ഷേത്രോത്സവത്തിന് കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ എത്തിയിരുന്നു. എഴുകോണിൽ ഉയർന്ന ശബ്ദ സംവിധാനമുള്ള 4 DJ ലോറികൾ പിടികൂടിയെങ്കിലും കേവലം 1000 രൂപ പിഴ മാത്രം ഈടാക്കി വിട്ടയച്ചതിനെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. 5 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന നിയമം ലംഘിച്ചവർക്കെതിരെ നിസ്സാര പിഴ ചുമത്തിയതിനെതിരെയാണ് പ്രതിഷേധം. DJ വാഹനങ്ങളുടെ അമിത ശബ്ദ തീവ്രത മൂലം വയോധികർ കുഴഞ്ഞു വീണ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MVA ചട്ടപ്രകാരം ഇത്തരക്കാർക്കെതിരെ 10,000 രൂപ പിഴ ഈടാക്കണം. കൊല്ലം റൂറൽ ജില്ലയിൽ ശബ്ദ മലിനീകരണത്തിനെതിരെ ശക്തമായ നടപടികൾക്ക് നിർദ്ദേശം നൽകിയതായി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.